നിയമസഭയിൽ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ വായിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ഗവർണർ. മുഴുവൻ പാടണമെന്ന് ലോക്ഭവൻ നിർദ്ദേശിച്ചിരുന്നതാണ് എന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു. സ്പീക്കറോട് വിശദീകരണം തേടുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നും ഗവർണർ പ്രതികരിച്ചു. Sabha, see, what we had insisted that there has to, whenever governor is present, it is the protocol that whenever governor is present, it has to be sung fully. It was not, they did not sing it, it was played only. But they could have done it. Let us see, they will rectify it. I had spoken to the speaker also. Let us see what is. I have not decided anything. നയപ്രഖ്യാപനത്തിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കാത്തത് ലോക്ഭവനോടുള്ള ഗവർണറുമുള്ള അവഹേളനമാണെന്നാണ് ബിജെപിയുടെ വിമർശനം. വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്കും സിപിഎമ്മിനും വഴങ്ങിയെന്ന് വി മുരളീധരൻ എംഎൽഎ ആരോപിക്കുന്നു. നിയമസഭയുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ബഹുമാന്യനായിട്ടുള്ള ഗവർണറുടെ നയപ്രഖ്യാപനം നടന്ന ദിവസം എന്നുള്ള നിലയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ദേശീയ ഗീതം പൂർണ്ണമായിട്ട് ആലപിക്കുക എന്നുള്ള ആ നിർദ്ദേശം ഇന്ന് പരിപൂർണമായും ലംഘിക്കപ്പെട്ടു. വാസ്തവത്തിൽ ഇന്നത്തെ കേരള നിയമസഭയുടെ ഈ നടപടി ലോക്ഭവനെയും ഗവർണറെയും അതോടൊപ്പം ദേശീയ ഗീതത്തെയും അനാദരവ് കാണിക്കുന്ന നടപടിയായി. വി ഡി സതീശൻ സർക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് എന്ന് വളരെ വ്യക്തമാണ്. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ ഗവർണറുടെ പ്രതികരണം വന്നിരിക്കുന്നു. ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്നുള്ളതാണ് ചട്ടം. അങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളതാണ്. പക്ഷേ അത് പാലിക്കപ്പെട്ടിട്ടില്ല. അതിലൊരു അതൃപ്തി അദ്ദേഹം പറയുന്നു. പക്ഷെ അതിലപ്പുറമുള്ള നടപടികളിലേക്ക് കടക്കണമോ എന്ന് ആലോചിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ബിജെപി അതിലപ്പുറം കടത്തി നിലപാടെടുക്കുകയാണ് അല്ലേ? സ്മൃതി, തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ബിജെപി എന്നുള്ളതിൽ സംശയമില്ല. മാത്രമല്ല, യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെയാണ് ഈ സർക്കാരും ലോക്ഭവനും തമ്മിലുള്ള ഒരു കല്ലുകടി തുടങ്ങിയത് എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഗവർണറെ നിയമസഭയിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വന്ദേ ഭാരതം മുഴുവൻ വായിക്കണമെന്നുള്ള നിർദ്ദേശം ലോക്ഭവന്റേതായിട്ട് വന്നിരുന്നു. കേരള പോലീസിന്റെ ബാൻഡ് വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രം വായിച്ച് നിർത്തുകയാണ് ആ സമയത്ത് ചെയ്തത്. ഇന്നലെ റിഹേഴ്സൽ കണ്ടപ്പോൾ തന്നെയാണ് ഈ വന്ദേമാതരം മുഴുവൻ പാടാൻ വേണ്ടിയുള്ള നിർദ്ദേശം ലോക്ഭവന്റെ ഭാഗത്തുനിന്ന് വന്നത്. അത് അല്പസമയം മുമ്പ് ഗവർണർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ ആദ്യ ഭാഗം വായിച്ച് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഗവർണറുടെ പ്രതികരണം, ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങൾ എവിടെ വരെ പോകും എന്ന് നോക്കാം എന്ന് പറഞ്ഞാണ് ഗവർണർ അവസാനിപ്പിച്ചത്. എന്തായാലും സ്പീക്കറോട് വിശദീകരണം തേടുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇപ്പുറത്ത് ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ കാണാനാണ് ബിജെപി ഒരുങ്ങുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെയും സിപിഎമ്മിന്റെയും സമ്മർദ്ദമാണ് യുഡിഎഫിന് എന്നുള്ളതാണ്, സർക്കാരിന് എന്നുള്ളതാണ് വി മുരളീധരൻ എംഎൽഎ ആരോപിച്ചത്. അദ്ദേഹത്തിന്റെ ആരോപണം എന്ന് പറയുന്നത് തന്നെ ഇതിനകത്ത്, അതായത് AICC സമ്മേളനത്തിൽ, ആദ്യത്തെ AICC സമ്മേളനത്തിൽ തന്നെ കോൺഗ്രസ് വന്ദേമാതരം പാടിയതാണ്. അപ്പോൾ ഇന്നു മുതലാണ് ഇതിനോട് അയിത്തം തുടങ്ങിയത്. അപ്പോൾ ഇപ്പോഴുള്ള ഈ അയിത്തം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് എന്നുള്ള ഒരു ആരോപണത്തിലേക്കാണ് ബിജെപി അതിനെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ല വന്ദേമാതരം എന്നുള്ള നിലപാട്, ആ നിലപാടിനെയാണ് ഇപ്പോൾ ബിജെപി ചോദ്യം ചെയ്യുന്നത്. പക്ഷേ അതേസമയം തന്നെ കുറച്ചു മുൻപ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ വന്ദേമാതരം മുഴുവൻ പാടേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരുന്നു. അതായത് സർക്കാരിനും പ്രതിപക്ഷത്തിനും ഇതിൽ ഒരേ നിലപാട് തന്നെയാണ്. പക്ഷേ ബിജെപി ഇതിൽ രാഷ്ട്രീയം കാണുന്നു. രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് തന്നെയാണ് ബിജെപി ഇതിൽ സ്വീകരിക്കുന്നത്. ലോക്ഭവൻ കടുപ്പിക്കുന്നില്ലെങ്കിൽ പോലും ബിജെപി ഈ നിലപാട് സ്വീകരിക്കുന്നത് വരും ദിവസങ്ങളിൽ വന്ദേമാതരത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് കൂടുതൽ സാധ്യത കൂടിയാണ്. ഗവർണർ ആ രൂപത്തിൽ പ്രതികരിച്ചില്ല. പക്ഷേ ബിജെപി നല്ല കടുത്ത പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ഗവർണർ സ്പീക്കറോട് തന്റെ അതൃപ്തി അറിയിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.